ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ പ്രതിസന്ധി ഇത് എന്ന് തീരുമെന്നതിനെപ്പറ്റി ആർക്കും പറയാനായിട്ട് സാധിക്കുന്നില്ല. ചർച്ചകൾ ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു തീരുമാനമെത്തുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരെയും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി തേടി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എത്തിയിട്ടുള്ളവരുമാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജോലി ചെയ്യുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും സ്വകാര്യ കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പോലുള്ള ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിലിനെ ഒരുപക്ഷെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന 90% ആളുകളും ഇന്ന് പ്രതിസന്ധി ആകുന്നു. നാട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ടിക്കറ്റ് നിരക്കുകളൊക്കെ വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ജോലി നഷ്ടം, പലയിടത്തും നിർബന്ധിതമായ അവധി കൊടുക്കുന്നുണ്ട്, ജോലി സമയം കുറയ്ക്കുന്നു. അങ്ങനെ വരുമാനത്തെ ബാധിക്കുന്ന വിവിധതരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. മുൻപോട്ടുള്ള സാധ്യതകളെപ്പറ്റി ഒന്നും ഒരു തീർച്ചയില്ല, അനിശ്ചിതത്വത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രവാസിയെ സംബന്ധിച്ച് അവർക്ക് വിദേശത്തോ നാട്ടിലോ ഒക്കെ ലോണുകളൊക്കെ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ തിരിച്ചട ഒരു വലിയ പ്രശ്നമായി തീരും. ഇവിടെയാണ് പ്രവാസികൾ മറന്നു പോകുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ നാം വേണ്ട അച്ചടക്കം പാലിക്കേണ്ടതാണെന്നുള്ളത്. ഇപ്പോഴേറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. ഇവിടുത്തെ സാഹചര്യം നാട്ടിലുള്ളവരെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുക. അങ്ങനെ ചിലവുകൾ ചുരുക്കി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ കേരള സർക്കാർ നോർക്ക റൂട്ട്സുമായി സഹകരിച്ച് പ്രവാസികൾക്കായി നൽകുന്ന നോർക്കയുടെ തിരിച്ചറിയൽ കാർഡുണ്ട്. 5 ലക്ഷം രൂപയുടെ ലൈഫ് കവറേജ് ഇൻഷുറൻസും 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസും നൽകുന്ന ഈ നോർക്ക റൂട്ട്സിൻ്റെ തിരിച്ചറിയൽ കാർഡ്, നോർക്ക ID എടുക്കേണ്ടത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ രക്ഷാ ഇൻഷുറൻസിൽ ചേരുന്നതിലൂടെ 1 ലക്ഷം വരെ രൂപ ഗുരുതര രോഗങ്ങൾക്ക് നൽകുന്നു. നോർക്ക സ്റ്റുഡൻറ് ID വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഇതിലൂടെ വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സർക്കാരിന് ലഭ്യമാകുകയും ആവശ്യഘട്ടങ്ങളിൽ സർക്കാരിന് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അവർക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ ബോർഡ് നൽകുന്ന ക്ഷേമനിധി പെൻഷനിലും ഓരോ പ്രവാസിയും പങ്കാളിയാവേണ്ടതാണ്. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇതിനുള്ള യോഗ്യതയുണ്ട്. വിദേശത്തായിരിക്കുമ്പോഴാണ് ഇത് ചേരുന്നത് വളരെ എളുപ്പമായിട്ട് നമുക്ക് സാധിക്കാം. ഏറ്റവും കുറഞ്ഞത് 3500 രൂപ ഇപ്പോൾ പെൻഷനായി നിശ്ചയിച്ചിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോയിരിക്കുന്നവർക്ക് അത് ചേരാമെന്ന് അവർ ആഗ്രഹിച്ചാലും അതിന് കൂടുതൽ ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യം വേണ്ടി വരും. പലപ്പോഴും അപ്രൂവൽ കിട്ടാൻ താമസമുണ്ട്. അതുകൊണ്ട് വിദേശത്തായിരിക്കുമ്പോൾ തന്നെ പ്രവാസി പെൻഷനിൽ ചേരുവാനായിട്ട് ശ്രമിക്കുക. ഇത്തരം അവസരങ്ങൾ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളിൽ പങ്കാളികളാകുവാനായിട്ട് പ്രവാസികൾ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.